Just wait. Miss, presented. Okay, now you can. Harinan, turn on your video. Joel, turn on your video. Justus. Okay. I think എല്ലാവരുടെയും കയ്യിൽ textbook ഉണ്ടല്ലേ? Can we start the class? Yes, Okay. Arjun, read the chapter name. Miss, once more, please. അർജുനോടാണ് ചാപ്റ്റർ നെയിം വായിച്ചേ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ചാപ്റ്റർ? മിസ്സേ പുസ്തകമില്ല. PDF അയച്ചിട്ടുണ്ടല്ലോ മോനെ. പായലിന് PDF കിട്ടിയായിരുന്നോ? വന്നിട്ടുണ്ട്. ഓക്കെ, ആ PDF ഓൺ ആക്കിയിട്ട് ഇരിക്കുക. ആരോമലെ ഉറക്കം വരുന്നുണ്ടോ? ഓക്കെ, ഞാൻ വായിക്കാം. ചാപ്റ്റർ 1 ഓൺ ഇക്വാളിറ്റി. ഓക്കെ, വാട്ട് ഈസ് ഇക്വാളിറ്റി? ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ? തുല്യമായ. ഓക്കെ, അപ്പം we are all Indians, right? Yes. India is a democratic country, right? Yes. അപ്പൊ ഇന്ത്യയിൽ ഇക്വാളിറ്റി ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. Yes, yes, yes. Yeah, we have equality in several cases, but we are not equal in other cases. Okay, നമ്മൾ കുറെ കാര്യങ്ങളിൽ നമുക്ക് ഇന്ത്യൻ ഗവൺമെന്റ് നമുക്ക് ഇക്വാളിറ്റി നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. ബട്ട് നമ്മൾ വേറെ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ കുറെ വേറെ കാര്യങ്ങൾക്ക് നമുക്ക് ഇക്വാളിറ്റി ഇല്ല. സ്റ്റിൽ നൗ നമുക്ക് കാസ്റ്റ്, നമ്മുടെ കളർ വെച്ചിട്ട് നമ്മളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, അങ്ങനത്തെ കുറെ ഇൻഇക്വാലിറ്റീസ് ഉണ്ട് അല്ലേ? Am I right? Yes. Yes. അപ്പൊ നമുക്ക് അങ്ങനത്തെ കുറെ ഇൻഇക്വാലിറ്റീസ് ഉണ്ട്. ജീവ ക്ലാസ്സിൽ കയറിയിട്ട് പോയി അല്ലേ? ജീവൻ വേറെ ആരോ. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പം നമുക്ക് പലതരത്തിലുള്ള ഇൻഇക്വാലിറ്റീസ് ഉണ്ട്. നമുക്ക് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഇല്ലെങ്കിൽ PDF എടുക്കുക. ഞാൻ വായിച്ച് പറഞ്ഞു തരാം. ഓക്കെ, ഐ എം ഗോണ റീഡ്. ഓക്കെ, അടുത്ത കാര്യം, ഐ ജസ്റ്റ് വാണ്ട് ഓൾ ഓഫ് യു ടു റീഡ് ദിസ്. കേൾക്കുന്നില്ലേ? ഓക്കെ, ഐ ജസ്റ്റ് വാണ്ട് ഓൾ ഓഫ് യു ടു റീഡ് ദ ടെക്സ്റ്റ് ബുക്ക്. ഇന്ന് ഞാൻ എടുക്കുന്നവിടം വരെ നിങ്ങൾ വായിച്ച് വാട്സപ്പ് ഗ്രൂപ്പില് നിങ്ങൾ ഇത്ര പേരല്ലേ ഉള്ളൂ? 1 2 3 4 5 15 16 17 ആൾക്കാരേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഗ്രൂപ്പിൽ ഇടുക, വായിച്ച് അതിന്റെ വോയിസ് ഗ്രൂപ്പിൽ ഇടുക. കേട്ടല്ലോ? അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളെ വായിപ്പിക്കാത്തെ. Okay, on equality. India is a democracy. In the class 6 book, we looked at the key element of the democratic government. These include people's participation, the resolution of conflict, and equality and justice. Equality is a key feature of democracy and influences all aspects of its functioning. In this chapter, you will read more about equality, what it is, why it is important in a democracy, and whether or not everyone is equal in India. Let's begin by looking
at Kanda's story. ഇതിൽ 3 സ്റ്റോറിയാണ് ഇന്നുള്ളത്. ഞാൻ 3 സ്റ്റോറി എടുക്കാൻ പോകുന്നേ. And first story is about Kanda. Okay. നമ്മൾ ഫസ്റ്റ് കുറെ പേര് നിൽക്കുന്ന ഒരു പിക്ചർ അല്ലേ കാണുന്നേ? നിൽക്കുന്ന പിക്ചർ. അത് എലക്ഷന് നിൽക്കുന്നവരാ. Just see their names and categories. Manjit, she is a teacher. Teja Singh, he is a trader. Girish, a student. Kanda, a domestic worker. Sujata, a domestic worker. Abdul is an artisan. Shabnam is a housewife. Gracie is a consultant. I is a government officer. And Ruxana is a media person. Yog and unemployed. And Ashok is a industrialist. Okay. അപ്പോൾ പല തരത്തിലുള്ള ആൾക്കാർ അതിൻ്റെ ഇടയ്ക്കുണ്ട്, റൈറ്റ്? അവരെല്ലാവരും അവിടെ നിൽക്കുന്നത് they came to vote. നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞതേ ഉള്ളല്ലേ? എല്ലാവർക്കും എത്ര വോട്ട് വെച്ചുണ്ടായിരുന്നു? എല്ലാവർക്കും യു ക്യാൻ അൺമ്യൂട്ട്. എല്ലാവർക്കും എത്ര വോട്ട് വെച്ചുണ്ടായിരുന്നു? 80. 80? ഒരാൾക്ക് എത്ര വോട്ടുണ്ടായിരുന്നു? ഒരാൾക്ക് 3 വോട്ട്. 3. ഒരാൾക്ക് 3 വോട്ട്. ആൻഡ് ഒരു ഹെഡ് ബോയ്ക്ക് മാത്രമാണെങ്കിൽ ഒരാൾക്ക് എത്ര വോട്ടുണ്ട്? 1 വോട്ട്. 1 വോട്ട്, റൈറ്റ്? മോനെ പേജ് നമ്പർ 4. പേജ് നമ്പർ 4. ഓക്കെ. അപ്പൊ ഒരാൾക്ക് 1 വോട്ട്. ആൻഡ് ഇൻ ഇന്ത്യ ഓൾസോ ഒരാൾക്ക് 1 വോട്ടോ ഉള്ളേ. അതില് എന്ത് ഉൾപ്പെടുന്നില്ല? വോട്ട് ചെയ്യാൻ വരുന്ന ആളുടെ കളറോ, വോട്ട് ചെയ്യാൻ വരുന്ന ആളുടെ കാസ്റ്റോ, വോട്ട് ചെയ്യാൻ വരുന്ന ആളുടെ എംപ്ലോയ്മെന്റോ, ഇറ്റ് ഡസന്റ് മാറ്റർ, റൈറ്റ്? ഇതൊന്നും കൂടാതെ തന്നെ നമുക്ക് വി ഹാവ് ദ റൈറ്റ് ടു വോട്ട്. വോട്ട് ചെയ്യാനുള്ള പ്രായപരിധി ഉണ്ടല്ലേ? വാട്ട് ഈസ് ദ മിനിമം ഏജ്? 18. It's 18. അപ്പം 18 വയസ്സ് കഴിഞ്ഞ ഒരു ഇന്ത്യൻ സിറ്റിസണ് ഇന്ത്യയില് ഒരു എലക്ഷന് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇറ്റ്സ് ഫ്രം ദ പാർട്ട് ഓഫ് അത് എന്ത് കാരണം അങ്ങനെ വരുന്നേ? ഗവൺമെന്റ് ഈസ് ഗിവിംഗ് ദ റൈറ്റ് ടു വോട്ട് ബിക്കോസ് ഗവൺമെന്റ് കൺസിഡർ ആസ് ഈക്വൽ. ഗവൺമെന്റ് നമ്മളെ എല്ലാരെയും ഈക്വൽ ആയിട്ട് കാണുന്നു. ഒരാളുടെ ജോലി വെച്ചോ കളർ വെച്ചോ കാസ്റ്റ് വെച്ചോ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് കാണുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? Yes, miss. We can read the story. Okay. On election day, Kanda and her friend Sujata are waiting to cast their vote. Isn't it good, Suja, that we can all vote as equal citizens of our country? Even Jain Sahib is standing in the line with us. Kando, Sujadayum, Kandayum, they are domestic workers, and Ashok Jain is a Can someone say who is Ashok Jain? Industrialist. Yeah, he is a industrialist, and Kanda is working at his house. Okay, Kanda is a domestic worker and she is working at his Ashok's house. അപ്പം സുജാത എന്തോ കാന്ത എന്തോ പറയുന്നേ? ഇന്ത്യൻ ഗവൺമെന്റ്, നമ്മുടെ കൺട്രിയിലെ ഇന്ത്യൻ ഗവൺമെന്റ് എല്ലാ സിറ്റിസൺസിനെയും ഒരേപോലാണ് കാണുന്നത്. ദാറ്റ്സ് വൈ വി ആർ ഏബിൾ ടു വോട്ട്, അല്ലേ? അവരെല്ലാരും ഒരേ ലൈനിൽ നിന്ന് ഒരേപോലാണ് എന്ത് ചെയ്യുന്നേ? വോട്ട് ചെയ്യാൻ നിൽക്കുന്നത്, അല്ലേ? അവിടെ എന്തുവാ പണം കൂടുതലുള്ള ആളില് കാസ്റ്റില് വലിയ ആള് മുമ്പിൽ നിൽക്കുന്നുണ്ടോ? നോ, റൈറ്റ്? They are all equal in that line. Okay, after that, go on Kanda, it's your turn.
I will vote for the candidate who has promised to bring pipe water to our area. നമ്മളൊക്കെ വോട്ട് ചെയ്തത് പല വാഗ്ദാനങ്ങൾ കേട്ടിട്ടാണല്ലേ? Ashwin, do you have something to say? മിസ് ഏത് ബുക്ക് എടുക്കുന്നത്? മോനെ പൊളിറ്റിക്സ്. ഓക്കെ, നമ്മുടെ ഇലക്ഷനും ലീഡേഴ്സ് കുറെ വാഗ്ദാനങ്ങളൊക്കെ തന്നല്ലേ? എന്തുവാ ജുവാന, ജസ്റ്റിസ് ആൻഡ് നിങ്ങളുടെ ക്ലാസ് ലീഡർ ആരായിരുന്നു? ആ ശരിയാ, ഹരിനന്ദ്. നിങ്ങള് എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു പറഞ്ഞത്? നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുവാണെങ്കിൽ എന്തൊക്കെ തരാന്നൊക്കെ ആയിരുന്നു പറഞ്ഞേ? ഞങ്ങൾ തരാന്നല്ല പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് എന്ന് വേണമെന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ അത് ചെയ്തു തരാം. ഓക്കെ, അങ്ങനത്തെ കുറെ വാഗ്ദാനങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ? അതുപോലെ കാന്തയുടെ അടുത്ത് കാൻഡിഡേറ്റ് ആയിട്ട് നിന്ന ആള് കാന്തയ്ക്കും കാന്തയുടെ വില്ലേജിനും ഒരു പ്രോമിസ് കൊടുത്തിരുന്നു. വാട്ട് വാസ് ദാറ്റ് പ്രോമിസ്? വെള്ളത്തിന്റെ പൈപ്പ്. ടു ബ്രിങ് എ പൈപ്പ് ടു ദർ ഏരിയ. അപ്പൊ അവർ അത് വിശ്വസിച്ചാണ് അവർക്ക് വോട്ട് ചെയ്യുന്നത്. Then afterwards, Jain Sahib went to his house and they were going back to their home. Okay, ഇവരെല്ലാവരും തിരിച്ച് വീട്ടിൽ പോവാ വോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്. Gudiya has been running fever and I have to take her to hospital. But I will have to finish the work at Sahib's house first and ask for some advance. അപ്പൊ സാഹിബിന്റെ വീട്ടിലാണ് ആര് വർക്ക് ചെയ്യുന്നത്? കാന്ത വർക്ക് ചെയ്യുന്നത്. ആൻഡ് കാന്തയുടെ ഡോട്ടർ പനിയായിട്ട് കിടക്കുക. സോ ഷി വോണ്ട് മണി ടു ടേക്ക് ഹർ ടു ദ ഹോസ്പിറ്റൽ. സോ ഷി വോണ്ട് ടു വർക്ക് ഇൻ സാഹിബ്സ് ഹൗസ് ഫസ്റ്റ് ടു ആസ്ക് ഫോർ സം അഡ്വാൻസ്. അപ്പം അവിടെ ഈക്വൽ ആണോ എല്ലാരും? Okay, നോക്കിയിട്ട് no wonder that Gudiya falls ill often. The basti is never cleaned. അവർ താമസിക്കുന്ന ഇടത്തെ കുറിച്ചാ പറയുന്നത് കേട്ടോ. അവർ താമസിക്കുന്ന ഇടം ക്ലീൻ അല്ല, അതുകൊണ്ടാണ് മോള് വയ്യാതായത് എന്നാണ് ആര് പറയുന്നേ? കാന്ത പറയുന്നേ. And she went to Sahib's house and Sahib's wife is telling her that make sure to do the corners properly. Then after that she's giving the advance money to Kanda. Here's your advance Kanda, but don't make it a habit. Okay, അതൊരു ഹാബിറ്റ് ആക്കി മാറ്റരുത് എന്ന് പറഞ്ഞിട്ട് കാന്തയ്ക്ക് പൈസ കൊടുക്കുവാണ്, അഡ്വാൻസ് കൊടുക്കുവാണ്. അഡ്വാൻസ് ചോദിച്ചു വാങ്ങിച്ച് അഡ്വാൻസ് കൊടുക്കുവാണ്. After that, at that evening, just few minutes more, Betty, Jain Madam and Jain Sahib may stand in the line to vote, but they never have to do it when their children are sick. അപ്പം വോട്ട് ചെയ്യുന്ന സ്ഥലത്ത് അവരെല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുണ്ടാവും. ബട്ട് ഈ ജെയിൻ സാഹിബ് എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിന് മുമ്പിൽ വന്ന് അവരുടെ മക്കൾക്ക് പനിയായി കിടക്കുമ്പം ലൈനിൽ നിൽക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? നോ. കാരണം എന്താ? They have money and they are in a high position. That shows an inequality, right? അവിടെ അവർക്ക് ഇക്വാലിറ്റി കിട്ടുന്നില്ല, അവർക്ക് അവിടെ ഇക്വാലിറ്റി കിട്ടുന്നില്ല. അപ്പം വോട്ട് ചെയ്യാൻ മാത്രം റൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാവരും ഈക്വൽ ആണെന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല. വി ആർ നോട്ട് ഏബിൾ ടു സേ ദാറ്റ് വി ആർ ഈക്വൽ. നമുക്ക് പല കാര്യങ്ങളില് എന്ത് അനുഭവപ്പെടുന്നുണ്ട്? ഇൻഇക്വാലിറ്റി. വി ആർ ഫേസിങ് ഇൻഇക്വാലിറ്റീസ് ഇൻ മെനി സിറ്റുവേഷൻ. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കണേ. ഈക്വൽ റൈറ്റ് ടു വോട്ട്. A story above begins with Kanda standing in a line to cast her vote. Look again at the various people who are standing in the line with her. Kanda recognizes her employer, Ashok Jain, and Chote Lal, her neighbor. In a democratic country like India, all adults
irrespective of their religion they belong to, how much educated they have, what caste they are, or whether they are rich or poor are allowed to vote. Okay, മനസ്സിലായോ? Take a pencil, those who have books, take a pencil and underline this sentence. Okay, from all adults irrespective of what religion they belong to, അവിടെ മുതൽ rich or poor are allowed to vote വരെ ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ബിക്കോസ് വോട്ട് ചെയ്യുന്നതിന് ഒരു കാര്യവും ബാധകമല്ല. മീൻസ് those who the adults irrespective of what religion they belong to, what they are educated or what caste they are rich or poor, that doesn't matter in election. Okay, vote ചെയ്യാൻ അതൊന്നും matter അല്ല. That means we are equal. But at the same case, at that evening, Kanda was standing in a line in the government hospital. അവിടെ she didn't saw Sahib or a high caste or a rich person. The people standing in that line were poor. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? Any doubts? ഡൗട്ട് ഉണ്ട് ചോദിക്കണേ. ഓക്കെ, ഞാൻ വായിച്ചു പോവാണേ. As you have already read in class 6 book, is called Universal Adult Franchise and is an universal and is an essential aspect of all democracies. The idea of universal adult franchise is based on the idea of equality because it states that every adult in a country, just underline, it states that every adult in a country, irrespective of their wealth and the communities she or he belongs to, has one vote. എത്ര വോട്ട് ഉണ്ട്? Just one vote. Okay. Kanda is excited to vote and happy that she is equal to all the others because each of them has one vote. എല്ലാരെ പോലെ തന്നെ കാന്തയ്ക്ക് വൺ വോട്ട് ഉള്ളതുകൊണ്ട് കാന്ത ഭയങ്കര സന്തോഷവതിയായിരുന്നു. കാന്ത ഭയങ്കര സന്തോഷവതിയായിരുന്നു. ബട്ട് as her day goes on, Kanda become less certain about what is equality really means. Okay, അവളുടെ ദിവസം മുമ്പോട്ട് പോകുന്നവർ അവൾക്ക് സംശയമായി ഇക്വാലിറ്റി എന്തുവാന്ന്. ബിക്കോസ് അവളുടെ മകൾക്ക് her daughter is sick but she cannot take the day off from work because she needs to borrow money. അവൾക്ക് ആ ഒരു ദിവസം അവധി എടുക്കാനോ ലീവ് എടുക്കാനോ കഴിഞ്ഞില്ല. Because she want money. So if she want money, she want to work at Sahib's house. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ മക്കളെ? മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണം. ഓക്കെ, ഐ ജസ്റ്റ് വാണ്ട് ടു നോ. ഓക്കെ, അപ്പം കാന്തയുടെ കഥയിൽ നിന്ന് എന്തുവാ മനസ്സിലായേ? കാന്ത മോർണിംഗ് കാന്ത ഈക്വൽ ആണെന്ന് തോന്നി കാന്തയ്ക്ക്. ബിക്കോസ് എവ്രി വൺ സ്റ്റാൻഡ് ഇൻ എ ലൈൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദർ religion, caste, race, or rich or poor, they all stand in one line and all have one vote. But later, she has to stand in a line where she saw only poor people. Okay, അവിടെ ഇക്വാലിറ്റി അവർക്ക് കാണാൻ പറ്റിയില്ല. പൈസ ഉള്ളവര് എന്ത് ചെയ്തു? നേരെ ഡോക്ടറെ പോയി കാണുന്നു. But the poor people want to stand in a line where she want to meet a doctor. Then next page number 7, other kinds of equality. Kanda is one of many people who lived in democratic India and who have the right to vote, but whose daily living and working condition are far from equal. Apart from being poor, people in India experience inequality in different ways. Let us see what this means by reading two stories. Okay.
Two stories given below. Each of these is based on real incidents in people's life and reflect different kinds of inequality that exist in India. അപ്പം ഇന്ത്യയിൽ എല്ലാവരും ഡെമോക്രാറ്റിക് കൺട്രി ആണെന്ന് പറഞ്ഞാലും എല്ലാവരും ഈക്വൽ ആണെന്ന് പറഞ്ഞു, ഈക്വാലിറ്റി ഉറപ്പ് തരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും what really happens? Ashwin, do you have something to say? മോനെ എങ്കിൽ കൈ താത്തി വെക്കടാ. Okay. I think you're playing in the phone. Okay. Sit straight. Everyone sit straight. Okay. Next paragraph. One of the more common form of inequality in India is a caste system. Caste എന്തുവാ? ജാതി എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോഴും ഉണ്ടോ? ഉണ്ട്. Do you believe? ഉണ്ട്. Just a minute. ഓക്കെ, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് നമ്മൾ പറഞ്ഞല്ലേ? സോറി. ഓക്കെ, ശരിക്കും ഇങ്ങനല്ലേ സംഭവിക്കുന്നേ? Those who have money, they are making their steps to higher levels using money, right? ശരിയാണോ? ഈ പിക്ചർ ശരിയാണോ? Others, what about others? They are trying very hard. They are trying very hard to climb the next step, right? Okay. What we were saying? Okay, about caste. See here, can you see this? Yes. Okay, this is a caste system. Okay, first level of caste is untouchables. First level alla, lower level of caste system, still it's here in India, and adinte ഏറ്റവും ലോ ലെവൽ ആയിട്ടുള്ള കാസ്റ്റ് സിസ്റ്റം ആണ് ഏത്? അൺടച്ചബിൾസ്. അവരെ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നേ? ദളിത് എന്ന് വിളിച്ചോണ്ടിരുന്നത്. ഓക്കെ, വി ഷുഡ് നോട്ട് കോൾ ദം ലൈക്ക് ദാറ്റ്. ദളിത്. Yeah, untouchables. ദളിത്. അപ്പം അൺടച്ചബിൾസ് ആണ് ഏറ്റവും ലോ കാസ്റ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. Then above that, Sudra, Vaishya, Kshatriya and Brahmin. Brahmins are the high caste people. Okay. മിസ് എനിക്കൊരു സംശയം, അത് ശൂദ്ര എന്നാണോ ശൂദ്ര എന്നാണോ? ശൂദ്ര, I think so. ശുദ്ര. Okay. Maybe. ശൂദ്ര ആണല്ലേ? Okay. Thank you. അപ്പം it's Shudra and I'm sorry. Then next level is Vaishya, then Kshatriyas, then Brahmins. Brahmins are the high caste people. Okay. Brahmins are the high caste people. അപ്പം Brahmins kore എന്തുവാ? They have more rules. They don't have rules. Really, Right. അവര് they have money, they have positions, and അവർക്ക് അൺടച്ചബിൾസിനെ ഇല്ലെങ്കിൽ ദളിത്സിനെ കാണുന്നത് കൂടി ഇഷ്ടമല്ല. ദാറ്റ് ഈസ് വാട്ട് കോൾഡ് കാസ്റ്റ് സിസ്റ്റം. ഓക്കെ, ഈ കാസ്റ്റ് അനുസരിച്ച് മറ്റുള്ളവരെ കാണുന്നതിനാണ് കാസ്റ്റ് സിസ്റ്റം.
ആ കാസ്റ്റ് സിസ്റ്റം ഉള്ള അത് സ്റ്റിൽ ഇൻ ഇന്ത്യ ഇറ്റ് എക്സിസ്റ്റ്. നമ്മൾ പറയുമ്പോൾ ഇറ്റ്സ് എ ഡെമോക്രാറ്റിക് കൺട്രി ആൻഡ് വി ഡോണ്ട് എക്സ്പീരിയൻസ് ഇൻഇക്വാലിറ്റി, ബട്ട് in real life it exists. Still now some people does not like Dalits or they consider them as untouchables. Okay, did you get me? Okay. Yes, miss. അപ്പം still there is caste system. അല്ലാതെ വേറെ എന്തൊക്കെ inequalities ഉണ്ട്? Do you believe in gender inequality? Gender inequality undo? Gender inequality means female and male. Female ne male ne separate aayittu kaanunna ippolum undo? Yeah, it's there. It's still there. Appam last day we heard about, okay, our time is up. Last day we heard about Vismaya, right? She committed suicide. She committed suicide. Why did she committed suicide? Because of violence against her, because due to what was the subject? dowry. It's dowry. Okay. സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് വിസ്മയുടെ നേരെ ഉണ്ടായ വയലൻസ് കാരണമാണ് വിസ്മയ ആത്മഹത്യ ചെയ്തത്. Okay, so gender inequality is still here. Violence against women, dowry, death, and chance for female to accept education. Some females are not allowed to go to school. Maybe they are allowed to go to school till 18. After that they are being in the house or avare kalyanam കഴിച്ചു വിടുവാ ചെയ്യാറ്. It's still here. ഫീമെയിലിന്റെ എഡ്യൂക്കേഷനെ ബ്ലോക്ക് ചെയ്യുന്ന പരിപാടി ഇപ്പോഴും ഉണ്ട്. So that's not right and it's against the equality of India. And labor force participation, property right issue, percent of women in elected position. നമ്മുടെ പാർലമെന്റിൽ നോക്കിയേ എത്ര പേരുണ്ട് women? What is the percentage of female in our parliament? 30. വളരെ കുറവാണ്. I'm sorry, I don't know the correct percentage, but it's very low. It's very low. നമ്മള് മെയിലിനെ വെച്ച് നോക്കുമ്പോൾ ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ ഭയങ്കര കുറവാണ്, റൈറ്റ്? പക്ഷെ ഇപ്പൊ അതിന് മാറ്റങ്ങൾ വരുന്നുണ്ട്. Females are participating in many activities. Nowadays females are participating in many activities and they know that both female and male are equal. So they are participating in many activities. Appam caste and gender equality, okay, enduva still exist in India. Okay, let's read the next paragraph. Next paragraph alla nammal evada nirthiye? Okay, caste system. If you live in a rural India, your caste identity is something that you probably learned or experienced very young. What is known as rural India? Rural ennu parnja enduva? It's village, okay. Rural underline ചെയ്തിട്ട് എഴുതിക്കേ. It's village. Village or village പോലുള്ള ഗ്രാമപ്രദേശങ്ങൾക്കാണ് എന്ത് പറയുന്നത്? Rural areas. Okay. And അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ കുഞ്ഞിലേ മുതലേ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കാം. ബട്ട് if you live in urban India, some of you might think that people no longer believe in caste. What is known as urban area? Town or cities are known as urban. Okay. പോപ്പുലേഷൻ കൂടുതലുള്ളത് അല്ലെങ്കിൽ ടെക്നോളജീസ് കൂടുതലുള്ള സ്ഥലങ്ങൾ
അങ്ങനത്തെ ബിൽഡിങ്സ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇച്ചിരി കൂടെ മുന്നോട്ട് നിൽക്കുന്ന സ്ഥലങ്ങളാണ് എന്ത്? അർബൻ ഏരിയ, സിറ്റീസ് ഓർ ടൗൺസ്. അത് രണ്ടും എഴുതി വെക്ക്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ കാസ്റ്റ് ഒന്നും സത്യം പറഞ്ഞാൽ ആരും നോക്കാറില്ലാത്ത പോലെ നമുക്ക് തോന്നും, റൈറ്റ്? They just don't care about that. That's why. And but just look at these matrimonials shown from leading English newspaper, and you will see how important the issue of caste continues to be in the minds of highly educated urban Indians. Okay, just wait. Okay. I will show you. Okay. This is a chapter, right? ഈ മാട്രിമോണിയൽ പരസ്യങ്ങൾ, അഡ്വർടൈസ്മെന്റ്സ് നോക്കിയേ. Just wait. Aromal, do you have any net issues? Aromal, do you have any net issues? Aromal, are you there? Okay. Just look at this matrimonial advertisements. അതിലെന്തുവാ കൊടുത്തിരിക്കുന്നേ? Just someone unmute. Okay. Adira, just read the first one. Yes, Miss. Alliance invited for 32 MMS 54 fair beautiful girl working in ITCO Mumbai from BE, MBA boy working in Mumbai abroad from IT industry caste no bar SC ST excuse send BHP must. Okay. അതിൻ്റെ അകത്ത് കാസ്റ്റ് സംബന്ധിച്ച് എന്തോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? കാസ്റ്റിനെ കുറിച്ച് പറയുന്നില്ലല്ലോ. ഒന്നുമില്ലല്ലോ. See here. Can you see? BHP must. Caste no bar SC ST excuse. അതെന്താ? SC ST അറിയത്തില്ല. SC and ST are scheduled caste and scheduled tribes. Okay. Scheduled caste and scheduled tribe. Just wait. പഠിച്ചിട്ടുണ്ട്. SC ST നമുക്ക് റിസർവേഷൻ ഉള്ളവരാണ്. ഓക്കെ, SC ST പീപ്പിൾസ് ആർ റിസർവ്ഡ് പീപ്പിൾസ്. അവരുടെ കാസ്റ്റ് ലോ കാസ്റ്റ് ഗണത്തിൽ പെടുന്നത് കൊണ്ട് തന്നെ ദേ ആർ റിസർവ്ഡ് വൺസ് ആൻഡ് ദേ ഹാവ് മെനി മോർ പ്രിവിലേജസ് ദാൻ അസ്. ഓക്കെ, അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ ഇച്ചിരി കൂടി റിസർവേഷൻസ് ഉണ്ട്. എഡ്യൂക്കേഷൻ സിസ്റ്റത്തില്, ജോബ് സിസ്റ്റത്തില്, എല്ലാത്തിലും അവർക്ക് അവരുടെ സീറ്റ്സ് ആർ റിസർവ്ഡ്. ജസ്റ്റിസ്, എനി ഡൗട്ട്? ആനുകൂല്യങ്ങൾ കൂടുതലാണ്. ആനുകൂല്യങ്ങൾ കൂടുതലാണ് അവർക്ക്. ദേ ഹാവ് റിസർവ്ഡ് സീറ്റ്സ് ഇൻ മെനി ആസ്പെക്ട്സ്. ഓക്കെ, നമ്മൾ പഠിത്തത്തിന്റെ എഡ്യൂക്കേഷൻ പരമായിട്ട് ഹയർ ലെവലിലോട്ട് പോകുമ്പോൾ സം സീറ്റ്സ് ആർ റിസർവ്ഡ് ഫോർ SC and ST കാസ്റ്റ്.
നമുക്കത് കാണാൻ കഴിയും. See here. Can you see this? Education, SC/ST-യുടെ എഡ്യൂക്കേഷൻ ജോബ് റിസർവേഷൻ ലെവലാണിത്. ഓക്കെ, സി ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് ഷെഡ്യൂൾഡ് കാസ്റ്റ് അവരുടെ റിസർവേഷൻ ആണിത്. OBC-യുടെ പ്രൈസ് യെസ് ആരോമിലിനെ കാണാൻ കഴിയുന്നുണ്ടോ അവിടെ? നോ സർ. അവന്റെ വീഡിയോ ഓഫ് ആവുന്നുണ്ടോ? PDF ടെക്സ്റ്റ് എടുത്താലും അവന്റെ വീഡിയോ ഓഫ് ആകേണ്ടതില്ലല്ലോ. ബാക്കി എല്ലാ കുട്ടികളും കാണാൻ കഴിയുന്നുണ്ട്.